രാവിലെ ആയല്ലോ ഈശ്വര. അമല് കമ്പൈൻ സ്റ്റഡിക്ക് വരുന്നതിന് മുമ്പ് SCRT പഠിച്ചു തീർക്കണം. പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. താങ്ക്സ്. പഠിക്കാതിരിക്കാം. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത പ്രദേശത്തെ ഹ്രസ്വകാല ഇടവിലെ ദിനാന്തര സ്ഥിതി ഒത്തിരി ഉണ്ടല്ലോ പഠിക്കാൻ. ഈശ്വര, ഇതെല്ലാം കൂടെ ഞാൻ എന്ന് നോട്ട് എഴുതി തീർക്കും? ഒരു ചാപ്റ്റർ എന്നാണല്ലോ ഇത്രയും. അശ്വതി വന്നോ? ഞാൻ SCRT നോക്കിക്കൊണ്ടിരുന്നയാളോ. ഞാൻ എപ്പോഴേ SCRT എഴുതി. ഇപ്പൊ 3 ദിവസമായിട്ട് SCRT തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും അങ്ങോട്ട് നടക്കണില്ല. എന്നെ കൂട്ടാതെ ഇവിടെ SCRT പഠിത്തമാണ് പണി. അങ്ങനല്ല, ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും നടക്കണില്ലാടോ. കുറെ ആയി. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കാരണം എക്സാമിന് മുന്നേ നമ്മൾ ഇതെല്ലാം കൂടെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഒത്തിരി ഉണ്ടോ, ഒരു വഴിയും കിട്ടണില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ ഓൾറെഡി. ഞാൻ അറിയാതോ? ആണോ? എങ്ങനെ? അതിന് എൻ്റെ ഒരു ബുക്കുണ്ട്. ഏത് ബുക്ക്? ഇതാണ് ടാലന്റിന്റെ SCRT അറിവിടം. ഈ ബുക്കിനകത്ത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഉണ്ടോ? എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ SCRT പോർഷൻ ഫുള്ള് കവർ ചെയ്തത്. ബുക്ക് ഒന്ന് എടുത്തേ. സാമൂഹ്യ ശാസ്ത്രം പാർട്ട് 2 ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, പേജ് നമ്പർ 160 തൊട്ട് 181 വരെ. അത് ഇത്തിരി എടുത്താണ്. ദിനാന്തരീക്ഷ ഘടകങ്ങൾ. ദിനാന്തരീക്ഷ ഘടകങ്ങൾ. കാലാവസ്ഥയുടെ നിർണായക സ്വാധീനം. ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഉണ്ടല്ലോ. അന്തരീക്ഷ താപനില, സൗരവികിരണം എല്ലാം ഉണ്ടല്ലോ. കൊള്ളാലോ. ഇതെന്തോ അമല ഈ ടീച്ചേഴ്സ് ടെക്സ്റ്റ്? അത് ഞാൻ ഈ ടെക്സ്റ്റിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ഇത് SCRT അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയല്ല. ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ നിന്നുള്ള ഫാക്ടുകൾ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്, അതുപോലെ നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഒരു ഒറ്റ പുസ്തകത്തിൽ നമുക്ക് കിട്ടും. സംഭവം സെറ്റാണല്ലേ. താൻ എന്തോടോ ഇതൊന്ന് നേരത്തെ കൊണ്ടുവരാനത്? ഇതിനെപ്പറ്റി പറയാൻ തന്നെ ഞാൻ വന്നേ. അപ്പൊ വന്നപ്പോ നീ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചല്ലേ, ഉണ്ടാക്കണ്ട. ഞാനേ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചോളാം. അമലേ